നിങ്ങൾക്കറിയാമോ ഗുണ കേവ് എന്നറിയപ്പെടുന്ന ഡെവിൾസ് കിച്ചന് ആ പേര് വന്നത് എങ്ങനെയെന്ന്? അതിനു മുമ്പ് ഒരു സിനിമയുണ്ടാക്കിയ വലിയ ട്രെൻഡിനെ കുറിച്ച് പറയാതെ പോകരുതല്ലോ. 2024 ഫെബ്രുവരി 22 റിലീസായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് കാലങ്ങൾക്ക് ശേഷം കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ട്രെൻഡിംഗ് ആയത്. അതിന് കാരണം തമിഴ്നാട്ടിലെ മനോഹരമായ ഹിൽ സ്റ്റേഷനായ കൊടൈക്കനാലിലെ ഗുണ കേവ് തന്നെയാണ്. ഇതോടെ നിരവധി പേരാണ് ഗുണ കേവ് അഥവാ ഡെവിൾസ് കിച്ചൻ കാണാനായി എത്തുന്നത്. ഇനി ഗുണ കേവിലേക്ക് വന്നാൽ, വിനോദസഞ്ചാരത്തിനും അപ്പുറം സഞ്ചാരികളെ ആകർഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഉണ്ടാകും. ഇത് മനസ്സിനെയോ അല്ലെങ്കിൽ ശരീരത്തിനെയോ ഒക്കെ സ്വാധീനിക്കുന്നതാകാം. പ്രകൃതി രമണീയവും ആകർഷണീയവുമാണ് കൊടൈക്കനാലിലെ പല സ്ഥലങ്ങളും. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങൾ വളരെ അപകടകരവുമാണ്. അത്തരത്തിലൊരിടമാണ് ഗുണ കേവ്. 1991 നവംബർ 5 കമൽഹാസൻ നായകനായ ഗുണ എന്ന സിനിമ റിലീസാകുന്നത്. അതിനു മുമ്പ് വരെ അങ്ങനെ അധികമായി ആളുകൾ പോകുന്ന ഒരു ഇടമായിരുന്നില്ല ഡെവിൾസ് കിച്ചൻ അഥവാ ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എത്തിയിരുന്ന സാഹസിക യാത്രികർ മാത്രമായിരുന്നു ഈ ഗുഹയിലെ സന്ദർശകർ. ഇരുട്ട് നിറഞ്ഞ ഭയാനകമായ ഈ ഗുഹയിലേക്ക് പണ്ടുകാലത്ത് ആളുകൾ ഇറങ്ങിയിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൊടൈക്കനാലിലെ പ്രശസ്തമായ സൂയിസൈഡ് പോയിന്റ് ഇതിന് സമീപമാണ്. 1821 ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ BS വാർഡാണ് ഈ വമ്പൻ ഗുഹ കണ്ടെത്തിയതെന്നാണ് ചരിത്രം. നിരന്തരമായ ശബ്ദം കേൾക്കുന്ന ഒരിടത്തേക്ക് ചെന്നു നോക്കിയിട്ടും ഒന്നും കാണാതെ വന്നപ്പോൾ അവർ തിരച്ചിൽ നിർത്തിയെന്നും അതിനുശേഷം ഡെവിൾസ് കിച്ചൻ എന്ന് ഈ സ്ഥലത്തിന് പേര് നൽകിയെന്നുമാണ് പറയപ്പെടുന്നത്. 2230 മീറ്റർ ഉയരത്തിൽ പൈൻ മരങ്ങളും പുല്ലും കൊണ്ട് മൂടപ്പെട്ട ഗുണ കേവ് 3 പാറകൾ കൂടിച്ചേരുന്നതാണ്. പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന 3 പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണിത്. ഇവ സാധാരണ പാറകളല്ല, അസാധാരണമാം വിധം വലുപ്പമുള്ള 3 പാറകളാണ്. അതുകൊണ്ട് തന്നെ ഗുഹയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ വലിയ 2 പാറകളിലും ഒരുപോലെ പിടിച്ചിറങ്ങേണ്ടതുണ്ട്. ഇതിനിടയിൽ കൈ തെന്നിയും മറ്റും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രധാന കവാടത്തിൽ നിന്ന് ഏകദേശം 400 മീറ്റർ നടന്നു വേണം ഗുണ കേവിൻ്റെ മുകളിലേക്കെത്താൻ. ചെങ്കുത്തായ ഇറക്കത്തിലൂടെ താഴേക്ക് നടന്നാൽ മാസ്മരികമായ ഗുണ കേവ് സഞ്ചാരികളെ വല്ലാതെ ആകർഷിക്കും. മഴക്കാലത്തും മഞ്ഞുകാലത്തും കോടമഞ്ഞ് കയറി കിടക്കുന്ന സ്ഥലമാണ് ഗുണ കേവും പരിസരവും. ഹിന്ദു വിശ്വാസപ്രകാരം ഈ ഗുഹകളിൽ നിന്നാണ് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. അതിനാൽ അടുക്കള എന്ന പദം ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കാൻ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിശാച് എന്ന വാക്ക് ഇതിനൊപ്പം ചേർത്തത് എപ്പോഴാണെന്നതിന് തെളിവുകൾ ഒന്നുമില്ല. ചില സഞ്ചാരികളുടെ അഭിപ്രായത്തിൽ ഗുഹയിൽ വസിക്കുന്ന വവ്വാലുകളിൽ നിന്നാണ് ഡെവിൾ എന്ന വാക്ക് വന്നതെന്ന് പറയപ്പെടുന്നു. ഇവ കൂട്ടമായി തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തെ അപകടങ്ങൾക്ക് കാരണം പ്രേതമാണെന്നും മറ്റും പ്രദേശവാസികൾ വിശ്വസിക്കുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 13 പേരുടെ മരണത്തിനിടയാക്കിയ ഗുണ കേവ് അപകടങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ അടച്ചിട്ടിരിക്കുകയാണ്. 13 മരണം സംഭവിച്ചു എന്നത് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നുണ്ടെങ്കിലും മരണം അതിൽ കൂടുതൽ ഇവിടെ നടന്നുവെന്നാണ് പറയപ്പെടുന്നത്. എത്ര അപകടം പിടിച്ചതാണെങ്കിലും കൊടൈക്കനാലിൽ പോകുന്നവർ ഗുണ കേവ് കാണാതെ മടങ്ങരുത് എന്നാണ് അവിടെ പോയിട്ടുള്ള സഞ്ചാരികളും അഭിപ്രായപ്പെടുന്നത്. നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ട ഗുണ കേവിൻ്റെ താഴ്ച സംബന്ധിച്ച് ശരിയായ കണക്കുകളൊന്നും ഇന്നും വ്യക്തമല്ല. ഏകദേശം 600 മീറ്റർ, അതായത് ഏകദേശം 2000 അടിയോളം താഴ്ചയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുണ കേവിനുള്ളതെന്നാണ് നിഗമനം. ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് എന്ന എവർഗ്രീൻ സോങ് ഈ ഗുഹയിൽ വെച്ച് ചിത്രീകരിച്ചതോടെയാണ് ഡെവിൾസ് കിച്ചൻ എന്ന ഗുഹയ്ക്ക് ഗുണ കേവ് എന്ന് പേര് ലഭിച്ചത്. കൊടൈക്കനാൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ദൂരത്തിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഗുണ സിനിമ വന്നതിന് ശേഷം ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും അക്കാലത്ത് കൂടി. അങ്ങനെയാണ് മഞ്ഞുമലിൽ നിന്ന് 2006 കൊടൈക്കനാൽ ടൂറിന് വന്ന യുവാക്കളുടെ സംഘം ഗുണ കേവിലേക്ക് എത്തിയത്. എന്നാൽ അവരുടെ യാത്ര അവസാനിച്ചത് വലിയ ദുരന്തത്തിലും അതിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷപ്പെടലിലുമായിരുന്നു. 2006 കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് സിജു, സുഭാഷ് എന്നിവരടങ്ങുന്ന 11 പേരായിരുന്നു കൊടൈക്കനാലിൽ എത്തിയത്. ഗുഹയ്ക്കരികിലൂടെ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി സുഭാഷ് കാൽ വഴുതി ഗർത്തത്തിലേക്ക് വീഴുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും അവർ ഗുഹയിൽ ഇറങ്ങി പരിശോധിക്കാൻ തയ്യാറായില്ല. അവിടുത്തെ അപകട സാധ്യതയെക്കുറിച്ച് നന്നായി അറിയാവുന്നവരായിരുന്നു അവർ. ആരെങ്കിലും അത്തരത്തിൽ വീണാൽ സാധാരണ 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ മരിച്ചുവെന്ന് വിധി എഴുതുകയായിരുന്നു പോലീസുകാരുടെ പതിവ്. എന്നാൽ തങ്ങളുടെ കൂട്ടുകാരനെ വിട്ടു പോകാൻ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തയ്യാറായില്ല. സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരുടെ വടത്തിൽ തൂങ്ങി സിജു ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. ആഴത്തിലെത്തിയപ്പോൾ ഒരു തിട്ടയിൽ കുടുങ്ങി ബോധരഹിതനായി കിടക്കുന്ന സുഭാഷിനെ കണ്ടു. വിവരം മുകളിലുള്ളവരെ അറിയിച്ചതോടെ അവരുടെ കൂടി സഹകരണത്തോടെ കൂട്ടുകാരനുമായി സിജു മുകളിലേക്കെത്തി. ചികിത്സയ്ക്ക് ശേഷം സുഭാഷ് സാധാരണ ജീവിതത്തിലേക്ക് വന്നു. ചെകുത്താൻ്റെ അടുക്കളയിൽ വീണിട്ടും ജീവനോടെ രക്ഷപ്പെട്ട ഒരേ ഒരാൾ ആ മലയാളിയാണ്.
ഗുണ കേവിൽ നിന്ന് തിരിച്ചു വന്ന സുഭാഷ് എന്ന ആ ചെറുപ്പക്കാരനെ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മറ്റാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ. ആത്മാർത്ഥ സൗഹൃദ ബന്ധത്തിൻ്റെ ആ കഥയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പറയുന്നത്. എന്നാൽ പിന്നീട് സുരക്ഷാ കാരണങ്ങളാൽ ഗുഹയുടെ ചുറ്റുപാടുകൾ അടച്ചു. നിലവിൽ ഗുണ കേവിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുഹ ദൂരെ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് ഗവി പശ്ചാത്തലമായി ഓർഡിനറി എന്ന സിനിമ ഇറങ്ങിയ ശേഷം സഞ്ചാരികളുടെ ഒരു വലിയ ഒഴുക്കായിരുന്നു അവിടേക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ ഗുണ കേവ് കാണാൻ ഇപ്പോൾ സഞ്ചാരികൾ കൊടൈക്കനാലിലേക്ക് ഒഴുകുകയാണ്. സന്ദർശകർക്ക് വേണ്ടത്ര സുരക്ഷയൊരുക്കി ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യം സഞ്ചാരികളിൽ നിന്ന് വർഷങ്ങളായി ഉയരുന്നുണ്ട്. ഗുണ കേവ് പോലെ സാഹസികമായ ഒമാനിലെ അൽഹൂത്ത കേവിനെ ഒമാൻ സർക്കാർ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമാക്കിയതുപോലെ ഡെവിൾസ് കിച്ചണും തുറന്നുകൊടുത്താൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. എന്നാൽ നടന്ന അപകടങ്ങളുടെയും മറ്റും ചരിത്രം മുൻനിർത്തി സർക്കാർ ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. പുതിയ കാലത്ത് സാഹസിക ടൂറിസം ഒരു പുതുമയല്ലെന്നിരിക്കെ ഇതിനപ്പുറവും ചാടിക്കടക്കാൻ നമുക്കാവുമെങ്കിലും മാടി വിളിക്കുന്നത് ഗുണ കേവാണ്. അകപ്പെട്ടവർക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അപകടം പതിയിരിക്കുന്ന ഡെവിൾസ് കിച്ചൺ.